Alhamdulillah. Alhamdulillahi Rabbil Alamin. Allahumma salli ala Muhammadin wa ala ali Muhammad. നമുക്കിനി സൂറത്ത് ഹൂദിലെ 52-ാമത്തെ ആയത്താണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും ثم توبوا إليه يرسل السماء عليكم مدرارا ويزدكم قوة إلى قوتكم ولا تتولوا مجرمين. വയാ ഖൗമി, എൻ്റെ ജനങ്ങളെ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ നാഥനോട്, രക്ഷിതാവിനോട് പാപമോചനത്തിന് തേടുക. സുമ്മ തൂബു ഇലൈഹി, പിന്നെ അവനിലേക്ക് മടങ്ങുക. യുർസിലിസ്സമാഅ, അവൻ ആകാശത്തെ നിങ്ങൾക്ക് അയച്ചു തരും. അലൈക്കും, നിങ്ങളുടെ മേൽ. മിദറാറൻ, ഇടതടവില്ലാതെ, നിരന്തരമായി. വയസിദുക്കും, അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. ഖുവ്വത്തൻ, ശക്തിയെ. ഇലാ ഖുവ്വത്തിക്കും, നിങ്ങളുടെ ശക്തിയോട്, അല്ലെങ്കിൽ നിങ്ങളുടെ നിലവിലുള്ള ശക്തിയിലേക്ക് ശക്തി തരും. വലാ തതവല്ലൗ, നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്. മുജ്രിമീൻ, കുറ്റവാളികളായി. അർത്ഥം ഒന്നുകൂടെ പറയാം. വയാ ഖൗമി, ഇത് ഹൂദ് നബി അലൈഹിസ്സലാം ജനതയോട് പറയാൻ, എൻ്റെ ജനങ്ങളെ, ഇസ്തഗ്ഫിറൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനത്തിന് പ്രാർത്ഥിക്കുക. കൂട്ടി ഓതുമ്പോൾ വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി, സുമ്മ പിന്നെ തൂബു ഇലൈഹി, നിങ്ങൾ അവനിലേക്ക് മടങ്ങണം, തൗബ ചെയ്യണം, പശ്ചാത്തപിക്കണം. യുർസിലിസ്സമാഅ, അവൻ ആകാശത്തെ അയച്ചു തരും, അഥവാ മഴ വർഷിപ്പിച്ചു തരും. ആകാശത്തെ അയക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്. മഴ വർഷിപ്പിച്ചു തരും. അലൈക്കും, നിങ്ങളുടെ മേൽ. മിദ്റാറൻ, ഇടതടവില്ലാതെ, അല്ലെങ്കിൽ നിരന്തരമായി, ധാരാളമായി. വയസിദുക്കും, അവൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും. ഖുവ്വത്തൻ, ശക്തിയെ. ഇലാ ഖുവ്വത്തിക്കും, നിങ്ങളുടെ ശക്തിയിലേക്ക്. വലാ തതവല്ലൗ മുജ്രിമീൻ, നിങ്ങൾ കുറ്റവാളികളായി പിന്തിരിഞ്ഞു പോകരുത്. നമ്മൾ സൂറത്ത് ഹൂദിലെ തന്നെ 3-ാമത്തെ ആയത്തിൽ പഠിച്ചിട്ടുണ്ട് ഈ വിഷയം. 3-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇസ്തഗ്ഫിറൂ റബ്ബക്കും, പൊതുവായിട്ട് എല്ലാവരോടും കൂടി പറയുകയാണ്. 2 പേജ് മറിച്ചാൽ മതി, 3 കഷ്ണം മറിച്ചാൽ. വ അനിസ്തഗ്ഫിറൂ റബ്ബക്കും, ഒന്നാമത് പറഞ്ഞു അല്ലാ തഅബുദു ഇല്ലല്ലാഹ്. പിന്നെ പറഞ്ഞു അനിസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബൂ ഇലൈഹി. അർത്ഥം മനസ്സിലായിട്ടുണ്ടാവുക. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക, അവനിലേക്ക് മടങ്ങുക. യുമത്തിഉക്കും മതാഅൻ ഹസനൻ, എങ്കിൽ അവന് നിങ്ങൾക്ക് ഉത്തമമായ ജീവിത വിഭവങ്ങൾ തരും. വ ഇലാ അജലി മുസമ്മ, നിശ്ചിതമായ ഒരു സമയം വരേക്കും. വയുത്തി കുല്ലദീ ഫദ്ലിൻ ഫദ്ലഹു, ഓരോരുത്തർക്കും അവരുടേതായ ശ്രേഷ്ഠത നൽകും. ഇൻ തവല്ലൗ, പിന്തിരിയുകയാണെങ്കിലോ, ഇന്നി അഖാഫു അലൈക്കും അദാബ യൗമിൻ കബീർ, അവർക്ക് നിങ്ങളുടെ മേൽ ഒരു കടുത്ത ദിനത്തിലെ, വലിയൊരു ഭയാനകമായ ഒരു വലിയ ദിനത്തിലെ ശിക്ഷയെ ഞാൻ ഭയപ്പെടുന്നു എന്നും അവരോട് പറയുക. അത് നമ്മൾ 3-ാമത്തെ ആയത്ത് പഠിച്ചു. പിന്നെ സൂറത്ത് നൂഹിലെ 10, 11, 12 ആയത്ത് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്. നൂഹ് നബി അലൈഹിസ്സലാം തൻ്റെ ജനതയോട് പറയുന്നതായിട്ട് ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ യുർസിലിസ്സമാഅ അലൈക്കും മിദ്റാറ വയുംദിദുക്കും ബിഅംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാത്തിൻ വയജ്അൽ ലക്കും അൻഹാറ. അവിടെയും പറഞ്ഞാൽ എന്താണ്?
അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടുക. ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അവൻ പുറത്തു തരും. യുർസിലിസ്സമാ അലൈക്കും മിദ്റാറ, ധാരാളമായി മഴ വർഷിപ്പിച്ചു തരും. വയുംദിദുക്കും ബി അംവാലിൻ വബനീന, മുതലും സ്വത്തും തരും, അങ്ങനെ നിങ്ങളെ സഹായിക്കും. വയജ്അൽ ലക്കും ജന്നാത്തിൻ, തോട്ടങ്ങൾ ഉണ്ടാക്കി തരും. വയജ്അൽ ലക്കും അൻഹാറ, പുഴകൾ ഒഴുക്കിത്തരും. അതന്നെ ഇവിടെയും പറയും. ഇപ്പോൾ ജനങ്ങൾ നിരന്തരമായി കുറ്റവാളികളായി ജീവിക്കുമ്പോൾ നമ്മൾ പറയില്ല മുജിരിം എന്നുള്ളതിൻ്റെ അർത്ഥം ക്രിമിനലുകൾ, കൊടും ക്രിമിനലുകൾക്കാണ് മുജിരിം. നമ്മൾ പറയാറില്ലേ, എന്താ പറയുക, കാപ്പ ചുമത്തുന്ന കുറ്റവാളികളില്ലേ നമ്മളെ നാട്ടിലെ, കാപ്പ ചുമത്തി നാടുകൾ, അവർ കൊടൂരമായ ക്രിമിനലുകളാണ്. ഏതു നിമിഷവും അവരിൽ ആ ക്രിമിനൽ സ്വഭാവം പുറത്തു ചാടും. അവർക്ക് ആളുകളെ തല്ലാനോ കൊല്ലാനോ വെട്ടാനോ മുതലുകൾ നശിപ്പിക്കാനോ ഒരു മടിയിൽ, അങ്ങനെ ഒരു മാനസികാവസ്ഥ. അവർക്കൊക്കെ ചികിത്സ കൂടി ആവശ്യമാണ്. ശിക്ഷയോടൊപ്പം ചികിത്സയും കൊടുക്കേണ്ട രോഗികളാണ് അവർക്ക്. ഇങ്ങനെയുള്ള ക്രിമിനലുകൾക്കാണ് മുജ്രിം എന്ന് പറയുക. ജനങ്ങളോട് അദ്ദേഹം പറയുകയാണ്, നിങ്ങളെ ഇതുവരെ പറ്റി. ആരാണിത് പറയുന്നത്? ഹൂദ് നബി അലൈഹിസ്സലാം. ഒരു വലിയ ശക്തരാണ്, വലിയ കർഷകരാണ്. അതിലൂടെ അവർ വലിയ സമ്പന്നരായി മാറുകയാണ്. ശാരീരികമായി തന്നെ അവർ വലിയ ശക്തിയുള്ള ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് അന്നഹും അഅജാസു നഖ്ലിൻ ഖാവിയ, അല്ലെ, ഈ തപ്പന തടികൾ എന്നോണം വലിപ്പമുള്ള. അപ്പോൾ അവരോട് പറയുകയാണ്, ജനങ്ങൾ, നിങ്ങൾ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് മതിയാക്കിയിട്ട് കൃഷി ചെയ്ത് സമ്പാദിക്കുക മാത്രമല്ല, അവർ കൊള്ള നടത്തും, മറ്റുള്ളവരെ കൊള്ളയടിക്കാൻ അതിനൊരു മടിയില്ലാത്ത അങ്ങനത്തെ ആൾക്കാർ. അതുകൊണ്ടാണ് പറയുക മുജ്രിമീങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്. അപ്പോൾ എൻ്റെ ജനങ്ങളെ ഇസ്തഗ്ഫിറൂ റബ്ബക്കും, അതൊക്കെ ഒന്ന് മതിയാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പാപമോചനം തേടുക. അതോടൊപ്പം അവർക്കൊരു വരൾച്ചയും ഉണ്ടായിരിക്കണം എന്ന് തഫ്സീറുകളിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പോഴാണല്ലോ നിങ്ങൾക്ക് ഈ വരൾച്ച മാറി മഴ വർഷിപ്പിച്ച് കിട്ടണമെങ്കിൽ അള്ളാഹുവിലേക്ക് മടങ്ങണം. അതിനൊന്നാമതായി വേണ്ടത് സംഭവിച്ചിരിക്കുന്ന തെറ്റുകളൊക്കെ സമ്മതിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാർ നടത്തുക എന്നുള്ളതാണ്. രണ്ടാമതായി നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി. ഒന്ന് ഇസ്തഗ്ഫിറൂ റബ്ബക്കും, സംഭവിച്ചു പോയ കുറ്റങ്ങളും തെറ്റുകളും വീഴ്ചകളും ക്രിമിനൽ സ്വഭാവങ്ങൾ, കൊള്ളയടിക്കൽ, ഇതൊക്കെ നിങ്ങൾ നിർത്തിവെച്ചിട്ട് അതിന് അള്ളാഹിനോട് പാപമോചനത്തിന് ചോദിക്കണം. അതോടൊപ്പം ഇനിയുള്ള ജീവിതത്തിൽ അള്ളാഹുവിലേക്ക് മടങ്ങുകയും വേണം, അള്ളാഹുവിൻ്റെ ഇഷ്ടം താല്പര്യം പരിഗണിച്ചുകൊണ്ട്. അതാണ് ഇസ്തഗ്ഫിറൂ റബ്ബക്കും സുമ്മ തൂബു ഇലൈഹി. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ നിലപാട് പുനഃപരിശോധിക്കുകയും അള്ളാഹുവിലേക്ക് മടങ്ങുകയും ചെയ്താൽ യുർസിലിസ്സമാ അർസല യുർസിലു, മുർസിൽ എന്ന പ്രവാചകൻ എന്നാണല്ലോ, അയക്കപ്പെട്ടവെന്ന. യുർസിലിസ്സമാ അലൈക്കും മിദ്റാർ എന്ന ധാരാളമായി, സൂറത്തുൽ മുഹലും പ്രയോഗിച്ച പദമാണത്. ധാരാളമായി അവൻ ആകാശത്ത് അയച്ചു തരും, അഥവാ ധാരാളമായി മഴ പെയ്യിപ്പിച്ചു തരും. നൂഹ് നബി അലൈഹി സ്വലാമയുടെ ജനതയ്ക്ക് കിട്ടിയ ഒരു മഴ നമ്മൾ നേരത്തെ പഠിച്ചു. ആ മഴ എന്ത് മഴയായിരുന്നു? അത് ശിക്ഷയുടെ മഴയായിരുന്നു. ഇവിടെ എന്ത് മഴയാണ്? മിദ്റാറായ മഴ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കൃഷിയും നിങ്ങളുടെ സൗകര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള അനുഗ്രഹത്തിൻ്റെ മഴ. അപ്പം മഴയാണെങ്കിലും വെള്ളമാണെങ്കിലും കാറ്റാണെങ്കിലും തീയാണെങ്കിലും അതൊക്കെ ചിലപ്പോൾ അനുഗ്രഹമാണ്, അതോടൊപ്പം അതുതന്നെ ശിക്ഷയുമായി മാറും. മുതലായാലും തന്നെ സമ്പന്നതയാണെങ്കിൽ അത് അള്ളാഹിൻ്റെ ഒരു അനുഗ്രഹമാണ്, പക്ഷെ അത് ശിക്ഷാ കാരണമായി തീരും. അതും കൂടിയാണ് ഇവിടെ നൂഹ് നബി അലൈഹി സ്വലാമായിട്ട് ഇപ്പോൾ അടുത്ത് തന്നെ ഇതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ കഥ. അവിടെ അല്ലാഹു തആല അവരെ മക്ക മഴ വർഷിപ്പിച്ചു കൊടുത്തു. 7 രാത്രിയും 8 പകലും നീണ്ടു നിന്ന മഴ. അതോടുകൂടിയിട്ട് അവരുടെ കാര്യം പോക്കായി. ഇവിടെ പറഞ്ഞ നിങ്ങൾക്ക് മിദ്റാറായിട്ട് നിരന്തരം മഴ വർഷിപ്പിച്ച് തന്നിട്ട് വയസിദുക്കും ഖുവ്വത്തൻ, നിങ്ങൾക്ക് ശക്തി വർദ്ധിപ്പിച്ചു തരും. എന്താ? ഇലാ ഖുവ്വത്തിക്കും, നിങ്ങളുടെ നിലവിലുള്ള ശക്തിയിലേക്ക് ശക്തി. ഒന്ന് ശാരീരിക ക്ഷമതയാണ്, ഒന്ന് സാമ്പത്തിക ഭദ്രതയാണ്, അതോടൊപ്പം രാഷ്ട്രീയ അധികാരവും കൂടിയാണ്. അതൊരു ശക്തിയാണല്ലോ, അതൊരു ശക്തിയാണ്. അധികാരം ഉണ്ടാവുക എന്ന് പറഞ്ഞത് അതൊരു ചില്ലറ കാര്യമൊന്നുമല്ല, അതൊരു ശക്തി തന്നെയാണ്. ഇങ്ങനെ നിങ്ങൾക്ക് സാമ്പത്തികമായും സാമൂഹ്യമായും രാഷ്ട്രീയമായും ശക്തിയെ വർദ്ധിപ്പിച്ചു തരും. വയസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും, നിങ്ങൾക്ക് നിലവിലുള്ള ശക്തിയോട് കൂടി ഇനിയും ശക്തി നൽകും അവൻ. വലാ തവല്ല, പിന്തിരിഞ്ഞു പോവുക. തത്തവല്ല, അതിന് രണ്ടർത്ഥമുണ്ടെന്ന് ഞാൻ പലപ്പോഴും ഈ പദം വരുമ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് രണ്ടും വിപരീതമായ അർത്ഥമാണ്. ഒന്നെന്താണ്? മുന്നോട്ട് വന്ന് കാര്യങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. കാര്യങ്ങൾ ഏറ്റെടുക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജീവിതം കൊണ്ട് ഏറ്റെടുക്കുക, സ്വീകരിക്കുക, അള്ളാഹുവിനെ അംഗീകരിക്കുക.
തവല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അർത്ഥമുണ്ട്. അല്ല പിന്തിരിഞ്ഞു പോവുക, ഇത് അവഗണിച്ചുകൊണ്ട് പിന്തിരിഞ്ഞു പോവുക, രണ്ടും ഈ തവല്ല എന്നുള്ള വാക്ക് തന്നെ അല്ലാഹു തആല പ്രയോഗിച്ചിട്ടുണ്ട്. അറബി ഭാഷയിൽ അങ്ങനെയുണ്ട്. വലാ തതവല്ലൗ, നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്, മുജ്രിമീൻ, കുറ്റവാളികളായിക്കൊണ്ട് പിന്തിരിഞ്ഞു പോകരുത്. മനസ്സിലായിട്ടുണ്ടാവും. ഇത് സൂറത്തു നൂഹിൽ, സൂറത്ത് ഹൂദിൽ, സൂറത്ത് അഅറാഫിൽ, സൂറത്തു തലാഖിൽ, ഇവിടെയൊക്കെ ഓതിയാൽ നമുക്ക് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ധാരാളമായി ചെയ്യുന്ന ആളുകൾക്ക് ആ സമൂഹത്തിന് അല്ലാഹു തആല ചെയ്തു കൊടുക്കുന്ന അനുഗ്രഹങ്ങൾ. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജൻ എന്നാണ് സൂറത്ത് തലാഖിൽ. അള്ളാഹുവിനോട് തഖ്വയുണ്ടെങ്കിൽ അള്ളാഹു എല്ലാ വിഷയത്തിലും ഒരു മഖ്റജ്, ഒരു തുറവി നൽകുന്ന, ഒരു മുക്തി നൽകുന്ന, ഒരു മോചനം നൽകുന്ന പ്രയാസങ്ങൾക്കൊക്കെ. ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലസിമൽ ഇസ്തിഗ്ഫാറ, ഇസ്തിഗ്ഫാർ അല്ലാഹുവിനോട് പാപമോചനം തേടുന്നതിന് ആരെങ്കിലും നിരന്തരമായി സ്വീകരിക്കുന്നുവെങ്കിൽ ജഅലല്ലാഹു ലഹു മിൻ കുല്ലി ലൈഖിൻ മഖ്റജ, എല്ലാ കുടുക്കുകളിൽ നിന്നും, എല്ലാ ഇടുക്കുകളിൽ നിന്നും അല്ലാഹു തആല ഒരു മുക്തി നൽകും, ഒരു മോചനം നൽകും. വമിൻ കുല്ലി ഹമ്മിൻ ഫറജ, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ഒരു വിശാലത കിട്ടും, മനസ്സൊന്ന് തുറക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ ജീവിത വിഭവങ്ങൾ നൽകും, അന്നം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ ഇസ്തിഗ്ഫാർ തേടി അവരുടെ അനുഗ്രഹത്തിന് വിധേയരാകുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്നോട് അർത്ഥം പറഞ്ഞാൽ നിർത്താം. വയാ ഖൗമി ഇസ്തഗ്ഫിറൂ റബ്ബക്കും, എൻ്റെ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിനോട് പാപമോചനത്തിന് തേടുക. സുമ്മ തൂബു ഇലൈഹി, സുമ്മ പിന്നെ തൂബു ഇലൈഹി, അവനിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുക. യുർസിലിസ്സമാ അലൈക്കും മിദ്റാറ, അവൻ ആകാശത്തെ നിങ്ങൾക്ക് ധാരാളമായി വർഷിപ്പിച്ചു തരും, ധാരാളമായി മഴ നൽകും. വയസിദുക്കും ഖുവ്വത്തൻ ഇലാ ഖുവ്വത്തിക്കും, നിങ്ങളുടെ ശക്തിയോടുകൂടെ ശക്തിയിലേക്ക് അവൻ ഇനിയും കൂടുതൽ ശക്തി നൽകും. വലാ തതവല്ലൗ മുജ്രിമീൻ, കുറ്റവാളികളായി ഈ സന്ദേശത്തിൽ നിന്ന്, അള്ളാഹുവിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോകരുത്. എല്ലായ്പ്പോഴും അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുന്ന, അള്ളാഹു നമ്മോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ നമ്മെ അല്ലാഹു തആല മുഅ്മിനീങ്ങളായി, മുത്തഖീങ്ങളായി, മുഹ്സിനീങ്ങളായി ജീവിപ്പിച്ച് വരിപ്പിക്കുമാറാവട്ടെ. ഈമാനോട് കൂടിയുള്ള ഒരു ജീവിതം, അത് നമുക്കും നമ്മുടെ ശേഷം തലമുറകൾക്കും അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.